ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രാവിലെ ചായക്കടീൻ്റെ കൂടിയും ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ളൊരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത് കാണുന്ന ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്താലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നമുക്ക് ഈസി ആയിട്ടുള്ള ഈ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് മിക്സഡ് ജാറിലേക്ക് മീഡിയം സൈസിലുള്ള 3 തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ഇട്ടുകൊടുത്തിട്ടുണ്ട്. 15 അല്ലി വെളുത്തുള്ളി, 1 സ്പൂൺ മല്ലിക്ക് പകരം നിങ്ങൾക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. കാണാൻ കുറച്ചും കൂടെ ഒരു കളർ ഉണ്ടാവും. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഞാൻ 1/2 സ്പൂൺ ഉപ്പാണ് എടുത്തിട്ടുള്ളത്. ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ അരച്ചെടുത്തതിന് ശേഷം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഇത് നന്നായി ചൂടായി വരുമ്പോൾ 1/4 സ്പൂണ് ഉലുവ ഇട്ടെടുക്കാം. 1/2 സ്പൂണ് വലിയ ജീരകം ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ, അപ്പോഴാണ് നമ്മളെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. 2 ചെറിയ ഉള്ളിയും 4 അല്ലി വെളുത്തുള്ളിയും ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂപ്പിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ, ഉലുവൊക്കെ കരിഞ്ഞു ആയാലും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കറിക്ക്. ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നേരത്തെ അരച്ച് വെച്ച തക്കാളിയുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പോ എരിവോ ഒക്കെ കുറവുണ്ടെങ്കിൽ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിലെ വെള്ളം ഒന്ന് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോഴാണ് നമ്മളെ കറി നല്ല ഉഷാറായി വരുള്ളൂ. കറി നല്ല ഉഷാറായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്ര വെള്ളം വറ്റിക്കേണ്ടെന്നുണ്ടെങ്കിൽ, ഇത്ര കട്ടി വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര കട്ടിയിലാണോ അത് വേണ്ടത് അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ ടേസ്റ്റിയും ഈസി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടേക്ക് കെയർ.